സുഹൃത്തുക്കളെ, നമ്മൾ അബുവാക്കാൻ്റെ രണ്ടാമത്തെ കുളം വറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗ വീഡിയോ ആണിട്ടത്. അപ്പോൾ 3 പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കാണാത്തവരാണെങ്കിൽ തീർച്ചയായും ആ 2 പാർട്ട് കൂടി കാണട്ടോ. അപ്പോൾ ഈ ഒരു കുളം എവിടെയാണ്, എന്താണ്, അതുപോലെ ഈ ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് കാഴ്ചകൾ നിങ്ങൾക്ക് ഈ ഒരു 3 പാർട്ടുകളായിട്ട് കാണട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് തൊട്ട് മുമ്പുള്ള 2 ഭാഗം കൂടി കാണാൻ മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ നോക്കട്ടോ. അല്ല ഫുള്ളായിട്ടാ ഇവിടെ. ഓ അടുത്തത് ഇതാരാ? മീന് എന്താപ്പത് കംപ്ലീറ്റ് വരാലോ. അടുത്ത് ഓ വന്നോടി എന്താണ് ഈ വേനൊക്കെ നിപ്പിച്ചല്ലേ. അതാ എൻ്റെ അടുത്ത് നിൽക്കണട്ടാ. ഇതടുത്ത് അതാ കിട്ടാത്ത ഇതാ ഇതിന്റെ അടി മൊത്തം മീനാ. അതാണല്ലേ, മറ്റേ കൊണ്ടുപോകാൻ പറ്റൂല. മീനാണ് മറ്റേ സാധനം. എന്തത് കിട്ടണില്ലല്ലോ. പുറത്തതാ 2 3 ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊന്ന് ഒതുക്കി. കാല് കളക്കല്ലേ. എന്താ മീന് തെറ്റാ. വാള എവിടെ? ആയി വാള കയറി മുത്തക്കഥ കൊടുക്കണ വല കയറ്റിയാണ്. അതൊരു സിലോഫിട്ടാ. അക്ബർ ഒന്നിനെ പിടിക്കുമ്പോൾ 3 അപ്പുറത്തുനിന്ന് ഇപ്പുറത്താണ് ഡിസ്റ്റർബ് ചെയ്യാൻ. ഇതൊക്കെ ഇവിടെ കിടക്കണതാ. ഒന്നതാ. ഓ എവിടുന്നാ തുടങ്ങണ്ടെന്ന് എന്നോട് ഇതൊക്കെ മുതുക്കൻ ഒതുക്കിയത്ര. അതായിക്ക് കറക്റ്റ് കയറിയേക്ക്. അടുത്തത് ഇവിടെയൊക്കെ ഒരു തല. ഒതുക്കി ഒതുങ്ങി കിട്ടുന്നില്ല. അമ്മാതിരി സാധനങ്ങളാണ്, കൈ കൊള്ളാത്ത സാധനങ്ങൾ. അതട്ടെ ചെക്കൻ അവിടെ. അതാ വേറെ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ ആദ്യം എടുക്കുക. വാ ശ്യാമില്ല നോക്കാം. അടുത്തേക്ക് വരിക. വല ഒഴിവായി കിട്ടുന്നില്ല. സിലോപ്പികൾ എടുക്കണം. എന്താപ്പത്? കണ്ണനാണിത്. എന്താ കെട്ടി അതിനുള്ള ആയിട്ടില്ല.
വല ഇല്ലാത്തൊരു പ്രശ്നമാണ്. ഒക്കെ ഇവിടുന്ന് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുപോയിട്ടിട്ട് കേട്ടാ. വേറെ കടു എന്താതോ ഇതൊന്നാകെ എവിടെ ഇപ്പോ എടുക്കാന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ചെളി താമക്കണ ഇഷ്ടം പോലെ. ഇതാ ഷാമിലോ അവിടെ ഒരു കടുവിനെടുത്തിട്ടിരിക്കണ സിലോപ്പി. അവിടെ കണ്ണം കിടക്കണ അളവല്ലേ എടാ വലാണ്ട് കൊണ്ടു കൊടുത്ത ചാവും. ഊരന്റെ ഉപ്പാട് കളിക്കല്ലേ. ഇതന്നെ ഒരു 2ന്റെ മേലെ ഉണ്ടാവും. കുറച്ച് ഏരിയ കൂടി ആകെ പിടിക്കാനുള്ളൂ കേട്ടോ. അപ്പം നമ്മളെ സുഹൃത്തുക്കളൊക്കെ ശരിക്കും ടയേർഡായിട്ടുണ്ട് കേട്ടോ. മീൻ പിടിച്ചിട്ടും മീൻ കൊണ്ടിട്ടിട്ടൊക്കെ ആയിട്ട് ആകെ ടയേർഡായിട്ടുണ്ട്. കാരണം ഈ ഒരു ചെറിയ തടത്തിൽ ഇത്ര അധികം മീനുകൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ 40-50 കിലോളം മീനാകെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം നമ്മളെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ടുള്ളൊരു മീനാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കാനാകെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർ മീൻ പിടിക്കലും കൊണ്ടിടലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ടയേർഡാണ്. കിട്ടുന്ന മീനുകളൊക്കെ വലയിലാക്കിയത് ഈ ഒരു തോണിയിൽ കൊടുന്നിടും. അതിനുശേഷം ഇവിടുന്നൊക്കെ വേർതിരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു താർപ്പായിലോട്ടും അതുപോലെ മറ്റ് ഡ്രമ്മിലോട്ടൊക്കെ ആയിട്ട് വേർതിരിച്ചിടുന്നത്. അപ്പോൾ വരാലുകൾ കംപ്ലീറ്റ് ചെയ്ത് താർപ്പായ കൊണ്ടുള്ള ടാങ്കിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിലത്തെ വെള്ളമൊക്കെ ഒഴിവാക്കി കിട്ടിയ കംപ്ലീറ്റ് മീനെ കാണിക്കുന്നതായിരിക്കും. എത്രത്തോളം മീൻ കിട്ടിയെന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മളെ കലാശക്കോട്ട് ഇട്ടോ. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു മീൻപിടുത്തം കൂടി കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. വലയിൽ ഇത് വേറെ ഒന്ന് വെള്ളം ഏകദേശം പറ്റി ഇതാ മീൻപിടുത്താണ്. അതെന്താ കൂട്ടപ്പൊട്ടാണ് കൂട്ടപ്പൊട്ട്. മൂന്നെണ്ണം കയറുക. അപ്പം ചണ്ടി മാറ്റി അതിൻ്റെ അടിയിലുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അവിടെ ഉണ്ടാ ശരിയാ എന്താ എന്ത് കലങ്ങും വെലങ്ങും ഒക്കെ മുട്ടി സാധനങ്ങളല്ലേ ചണ്ടിയും കൂടി ഉള്ളത്. പക്ഷെ കൂടാതെ പരന്ന് കിടക്കട്ടെ മീനുകൾ. എന്താ കിടക്കുന്ന നോക്കാം. ഒതുക്കി പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാറ്റിനെയും പിടിക്കാന്ന്. ഒതുക്കി ചാടി പിടിച്ച് കടുവിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇതാ വരുന്ന കടു പടയാണ്. കണ്ണം വേറെ പടക പരിക്കുത്തി എത്ര കൂട്ടിട്ടാ ഒതുക്കിട്ടാ. ഏതാ അവിടെ അടുത്തൊരു കൂട്ടപ്പൊട്ടുണ്ട് എന്നാ തോന്നണേ. അല്ലെങ്കിൽ കൂട്ടപ്പൊട്ടിന്റെ ഇടയില് നമ്മളെ പൊട്ടിക്കും.
അത് കടുവടാ അവിടെ കയറിയാ കടുവട്ടാ കടുവാണ് കാലിനെ ഓടാവണക്ക് കടുവാണോ തൊണ്ണിയാണോ തൊണ്ണിയാല്ലേ തൊണ്ണിയാ അപ്പൊ കടുവാണോ അത് ശ്യാമില് പിടിക്കണേ സുഹൃത്തുക്കളെ, അപ്പൊ ഇതിലുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പിടിച്ചിട്ടും തീരാത്തത്ര മീനുകളായിരുന്നു. ഒടുവിൽ നമ്മൾ ഏകദേശമൊക്കെ ഒരുവിധമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതേ കയറി വരുന്നുണ്ട്. ഇതിലുള്ള ആ ഒരു പമ്പ് സെറ്റിന്റെ ആ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണാട്ടോ. അപ്പൊ മീനുകൾ കംപ്ലീറ്റ് വരാലുകൾ കംപ്ലീറ്റ് ഈ ഒരു നീല ടാങ്കിലാണ് താർപ്പായ കൊണ്ട് കെട്ടിയിട്ടുള്ളത്. അത് കൂടാതെ ചെറുവക മീനുകൾ ഇതേ ഈ ഒരു ഡ്രമ്മുകളിലൊക്കെ ആയിട്ട് മീനുകളുണ്ട്. അപ്പൊ അതേ വെള്ളമൊക്കെ ഒഴിവാക്കി ചെറുവക മീനുകളൊക്കെ കാണട്ടോ. അത്യാവശ്യം പൊരിക്ക്, കടു, സിലോപ്പി തുടങ്ങിയുള്ള മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒക്കെ നമ്മളെ ഇവിടുന്ന് മീനുകൾ കംപ്ലീറ്റ് നമ്മൾ അബുവാക്കാന്റെ വീട്ടിൽ കൊണ്ടുപോകാണ് കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ ഒഴിവാക്കി അവിടെ നമ്മൾ കാണാം. അപ്പൊ അതേ വരാലുകളൊക്കെ ഈ ഒരു ടാങ്കിൽ നിന്ന് ഇങ്ങനെ കോരിയെടുത്ത് ഡ്രമ്മിലാക്കിയും അതുപോലെ ചാക്കിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ തൊട്ട് അയൽവക്കത്തുള്ള ആളുകൾക്കൊക്കെ അതേ അബുവാക്ക മീൻ കൊടുക്കുന്നുണ്ട് കവറിലായിട്ട്. അയൽവാസികൾക്കും അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ കവറിലായിട്ട് കൂട്ടമീൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അബുവാക്കാന്റെ വീട്ടിൽ പോയി കാണാട്ടോ. അപ്പൊ അബുവാക്കാന്റെ വീട്ടിൽ ഇതേ നമ്മൾ ഈ ഒരു കൊട്ടത്തളത്തിലാണ് മീനുകളൊക്കെ ആക്കുന്നത്. മീനുകളൊക്കെ ഇതേ ഇവിടെ കൊടുന്നത് ഇതിലോട്ട് ഇങ്ങനെ ചെരിയുന്നുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കൊട്ടത്തളത്തിലാണ് വരാലുകൾ കംപ്ലീറ്റ് ആക്കുന്നത്. കൂടാതെ പൊരിക്കുകളൊക്കെ ഈ ഒരു കൊട്ട വലയിൽ ഫുള്ളായിട്ട് പൊരിക്കുകൾ കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ അനാബസുകളൊക്കെ ഉണ്ട് കേട്ടോ. കൂടാതെ മറ്റൊരു വലയിൽ നമ്മളെ സിലോപ്പികൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാതെ വാള, അതുപോലെ ഡെഡായിട്ടുള്ള കുറച്ച് വരാലുകളൊക്കെ വേർതിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അബുവാക്കാന്റെ ഒന്നാമത്തെ കുളത്തിൽ നിന്ന് കിട്ടിയുള്ള മീനുകൾ ഇതിലുണ്ട്. അപ്പൊ ആ ഒരു മീൻ കൂടി ചേർത്തിട്ടാണ് ഇട്ടത്. അപ്പൊ അതിൽ നിന്ന് ഏകദേശം 1 കിൻഡലോളം മീൻ കിട്ടി. ഈ ഒരു കുളത്തിൽ നിന്ന് ഏകദേശം ഒരു 3 കിൻഡലിന്റെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ രണ്ടാമത് ഇപ്പൊ നമ്മൾ പിടിച്ച കുളത്തിൽ നിന്ന് ഏകദേശം 2.5 കിൻഡല് വരാല് മാത്രം തന്നെ കിട്ടിയിട്ടുണ്ടാവും. മറ്റ് ചെറുവക മീനുകളോ സിലോപ്പിയാനുള്ളതൊക്കെ കൂടി ചേർത്ത് ഒരു 10-50 കിലോന്റെ അടുത്ത് അതും ഉണ്ടാവും. അങ്ങനെ ഒരു 3 കിൻഡലോളം നമുക്ക് രണ്ടാമത്തെ ആ ഒരു കുളത്തിൽ നിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കാണുന്ന എല്ലാ മീനുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 കിൻഡലോളം മീൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അബുവാക്കാന്റെ ആദ്യത്തെ കുളം, രണ്ടാമത്തെ കുളം, ചെറിയ 2 കുളങ്ങൾ പിടിച്ചപ്പോൾ തന്നെ കിട്ടിയുള്ള മീനുകളാണ്. അപ്പൊ ഇനി വലിയ വലിയ കുളങ്ങൾ അവിടെ പിടിക്കാൻ കിടക്കുകയാണ്. അപ്പൊ വരും ദിവസങ്ങളിൽ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.